കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താണ്? അല്ല നീ എന്താ ഇങ്ങനെ? എങ്ങനെ? പാലെന്തിയേ? പാലാ? എന്തിനാ? നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇത്? ഫസ്റ്റ് നൈറ്റ് പറയാൻ കൂടി ആവതില്ല, എന്നിട്ടാണ് ആഘോഷിക്കാനിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നീ പട്ടുസാരിയൊക്കെ ചുറ്റി മുല്ലപ്പൂ ഒക്കെ ചൂടി പാലും പഴുവായിട്ട് ഇപ്പൊ എത്തു വന്നു. എല്ലാം മേടിച്ച് ഞാൻ അടുക്കള വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആഹാ, ഞാൻ വിചാരിച്ചു രാവിലത്തെ പുട്ടിന് വാങ്ങിയതാന്ന്. ഇതിനായിരുന്നാ? അതെ, എന്നാ ഇത് മുന്തിരി, ഇത് പാല്, അങ്ങനെ വിചാരിച്ചിട്ടാണ്ട് വിഴുങ്ങിക്കോ. നിങ്ങളെന്താ എഴുതിക്കൊണ്ടിരുന്നത്? കഥയാ, നോവലോ വല്ലാണോ? നാടകവും കഥയൊന്നും അല്ലടി. പിന്നെ എന്തായിരുന്നു? നമ്മുടെ കല്യാണത്തിന്റെ കണക്കെഴുതിക്കൊണ്ടിരിക്കുക. എത്രയായി? ഏതാണ്ട് 12,000 രൂപ നാസരത്തിന് മാത്രം. അയ്യോ, ഭയങ്കര കൂടുതലായില്ലയോ? അത് ഭയങ്കര കൂടുതലായി. അതെ, മക്കൾ ആരെങ്കിലും എന്തെങ്കിലും തന്നോ കൈമടക്ക്? ഒരുത്തനും ഒന്നും തന്നില്ലടി. അപ്പുണ്ണിക്ക് പിന്നെ സമ്പാദ്യമൊന്നുമില്ലല്ലോ, അവന് കിട്ടുന്നൊക്കെ ഇവിടെ തന്നെയല്ലേ ചെലവാക്കുന്നേ. അമ്പിളിക്കുട്ടനും അനന്തനും വരുമാനമുള്ളവരല്ലേ, ഞാൻ പ്രതീക്ഷിച്ചാടി. അവന്മാർക്ക് തന്നാൽ എന്നായിരുന്നു, അവർക്ക് വേണ്ടി തന്നെയല്ലേ ചെലവാക്കുന്നേ. പിന്നെ സത്യം പറഞ്ഞുണ്ടല്ലോ ബലരാമേട്ടാ, നിങ്ങൾ ആ മാല എൻ്റെ കഴുത്തിലിട്ടില്ലേ, അപ്പൊ എനിക്കൊരു 40 വയസ്സ് കുറഞ്ഞ പോലെ തോന്നി. സത്യം കിട്ടും. എനിക്കും അങ്ങനെ തോന്നിയിട്ടോ. പക്ഷെ അതെന്താണെന്നറിയോ, നിറമറയും നിലവിളക്കും താലിയൊന്നും കെട്ടാത്ത നമ്മൾ ഒളിച്ചോടി പോരുന്നവരല്ലോടി, അതുകൊണ്ട് അങ്ങനെ തോന്നി. ശരിയാ കേട്ടോ, സത്യം. ഇനിയെങ്കിലും 3ന്റെയും കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു. ഡീ, രണ്ടുപേരുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ അപ്പുണ്ണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. എന്താ അപ്പുണ്ണിക്ക് എന്താ ഒരു കുറവ്? ഈ കുറവിന്റെ അവൻ ഈ പശുക്കളെയും പറമ്പൊക്കെ നോക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ എന്താ അവനൊരു സ്റ്റേണല്ല. പിന്നെ സ്റ്റേണല്ല, അവന് ഒരു കുഴപ്പമില്ല. അല്ല, തങ്കം പോലത്തെ പെങ്കുച്ചിനെ കിട്ടും. ഇവിടെ ബുദ്ധിയില്ലാത്തവർക്ക് വരെ പെണ്ണ് കിട്ടുന്നു. അപ്പോഴാ ഇവിടെ ഒരാടി ബുദ്ധിയില്ലാത്തൊരു പെണ്ണ് കിട്ടിയത്. നിങ്ങൾക്ക് തന്നെ കിട്ടിയില്ലേ? അതെനിക്ക് മാത്രമല്ലല്ലോ, നിനക്കും ബുദ്ധിയില്ലല്ലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന എന്തിനാ നീ? അതേ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണത്തിൻ്റെ സദ്യയൊക്കെ? നന്നായിട്ട് തിന്നില്ലേ? എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണമൊക്കെ കാണാനുള്ള യോഗം ഉണ്ടായി. നിങ്ങൾക്കോ ഉണ്ടായോ? അതിനൊക്കെ ഒരു ഭാഗ്യം വേണം കേട്ടാ. മണിയുണ്ടല്ലോ, എന്ത് മണിയാണ്? ഇതിലും വേദം വിളിക്കലാണ്. വീട്ടുകാരെ, ഒന്നും കൂടെ ഇറങ്ങി വന്ന്. എന്താണ്? വിക്രമൻ തമ്പി മരിച്ച അറിഞ്ഞായിരുന്ന? വിക്രമൻ തമ്പിയാ? മരിച്ചായിരുന്ന പുള്ളി? ഇന്നലെ രാത്രി മരിച്ചില്ലേ? ആണോ? വിക്രമൻ തമ്പിനെ മനസ്സിലായ? പിന്നെ വിക്രമൻ തമ്പി അല്ലേ? അതെ, ചേട്ടൻ ഒന്ന് കേറിയിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. പിന്നെന്താ, കല്യാണമൊക്കെ നന്നായി? ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. ഫോണിലാണോ? ഇല്ലല്ലോ. എന്തേ? അതെ ചേട്ടാ, നമ്മുടെ കുടുംബത്തിലെ വിക്രമൻ തമ്പി എന്ന് പറഞ്ഞിട്ട് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? വിക്രമൻ തമ്പിയോ? നമ്മുടെ കുടുംബത്തിൽ എന്ത് തമ്പിയടാ? അത് ശരിയല്ല, എനിക്കും തോന്നി. അപ്പൊ ആള് മാറിയതായിരിക്കുമല്ലോ അയാൾക്ക്. എന്താ കാര്യം എന്താണ്? അതെ, വിക്രമൻ തമ്പി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചെന്നും പറഞ്ഞ് മരിച്ചറിയിപ്പായിട്ട് ഒരാൾ വന്നിട്ടുണ്ടേ. അപ്പൊ ഇനി നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലും ആണെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണ മര്യാദകേടല്ലേ? അപ്പൊ അയാൾക്ക് ആള് മാറിയൊക്കെയാണ്, ഞാൻ പറഞ്ഞുവിടാ. എടാ, എന്ത് പേരെന്താ പറഞ്ഞേ? അമ്പിളിക്കുട്ടൻ. ഞാൻ നിന്റെ എടാ അങ്ങേരെ പേരെന്താണെന്ന് അറിയിച്ചു വന്നേണ ആളുടെ പേര് ഞാൻ ചോദിച്ചില്ല. എടാ എന്റെ പൊന്ന അമ്പിളിക്കുട്ടാം, എടാ മരിച്ച ആളുടെ പേരെന്താ? അതല്ലേ പറഞ്ഞ വിക്രമൻ തമ്പിന്ന്. അങ്ങേര് മരിച്ചോ? അതല്ലേ ഈ ചോദിക്കണ, അറിയോ അങ്ങനത്തെ ഒരാളാ?
അയ്യോ അയാൾ വലിയ നാടകക്കാരനാണ്. ആ അച്ഛനും ഇങ്ങേരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണേ. നമുക്ക് അച്ഛനോടൊന്ന് പറയണ്ടേ? അച്ഛനോട് എങ്ങനെ പറയും? വായോണ്ട് പറയണം കൂട്ടുകാരൻ മരിച്ചെന്ന്. അല്ലെന്നേ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ചങ്ക് പിടയ്ക്കും. ആ അങ്ങനെ പറയാതിരിക്കണം. വാ, ഇതൊക്കെ ഞൊറിഞ്ഞു കുത്തി അവിടെ ചെല്ലുമ്പോഴേക്കും അറിയിക്കാൻ വന്ന ആള് ചത്തുപോകും. അവിടെ ഇരുന്ന് 85 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണത്. വാ നിങ്ങാട്. വിക്രമൻ തമ്പി മരിച്ചല്ലേ? ഇന്നലെ മരിച്ചു. നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നല്ലോ. പിന്നെ നല്ല ആരോഗ്യമായിരുന്നു. രാവിലെ ഓടാൻ പോകും, പോയി വരുമ്പോ പാല് മേടിച്ചോണ്ട് വരും. അറ്റാക്ക് ആയിരുന്നല്ലേ? അറ്റാക്കായിരുന്നു. അത് ശരി. നാടകമൊക്കെ ഉണ്ടപ്പോ? സീരിയലല്ലേ? സീരിയലാണോ? ആ ഇപ്പൊ നാടകമൊക്കെ മാറ്റിയിട്ട് സീരിയലായി കാണും. അച്ചപ്പോഴും നാടകം എന്ന് പറഞ്ഞ് നടക്കല്ലേ? ശരി. വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഒരു മോളുണ്ട്. മരുമോൻ നേരത്തെ പ്ലെയിൻ അപകടത്തിൽ മരിച്ചുപോയി. അത് കുറച്ച് നാളായല്ല. രണ്ടാമത്തെ മോൻ ബാംഗ്ലൂര് ജോലി. അവന്റെ ഭാര്യക്കാണ് ഇവിടെ അമ്മ വിഷം കൊടുത്തത്. നിങ്ങള് വിക്രമൻ തമ്പിയുടെ കാര്യം തന്നെയല്ലേ പറയണം? അതേന്ന്. പക്ഷെ ഞാൻ ഈ പറയുന്ന വിക്രമൻ തമ്പി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ എന്തൊക്കെ എനിക്ക് ഏത് വിക്രമൻ തമ്പിയാണ് ചേട്ടൻ പറയണ? കിളിക്കൂടാരത്തില്. കിളിക്കൂടാരോ? ആ അതിപ്പോ ഈ സീരിയലിലൊക്കെ ചെന്ന് പൈസ ആയപ്പോ വല്ല വില്ല വാങ്ങിയിട്ടുണ്ടാവും. പഴയ അഡ്രസ്സൊന്നും ആരും പറയൂല ഇപ്പൊ സ്റ്റൈലിന്. അതല്ലാന്ന് കിളിക്കൂടാരൻ സീരിയലില്ല. സീരിയല്ല വിക്രമൻ തമ്പി. സീരിയലില് വിക്രമൻ തമ്പി അഭിനയിക്കണ വിക്രമൻ തമ്പി. അതെ, ഇന്നലെ മരിച്ചു. ആ സീരിയലിലെ കഥയാണോ ഇപ്പൊ പറഞ്ഞത്? ആ കഥാപാത്രമാണ് മരിച്ചത് ഇന്നലെ. അല്ല അതിപ്പോ ഇവിടെ വന്ന് പറയണ എന്തിനാണ്? ഞാൻ വളരെ വിഷമിച്ച് ചായപ്പീടിയെ പോയിരുന്നപ്പോ അവരോട് ഈ വിവരം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് അമ്പിളിക്കുട്ടനാരാണ്. അമ്പിളിക്കുട്ടൻ ഞാനാണ്. അമ്പിളിക്കുട്ടനെ വന്ന് കണ്ടു കഴിഞ്ഞാല് വിക്രമൻ തമ്മിനെ ജീവിപ്പിച്ചു വരും. ഞാനാ? മരിച്ചാളെ ജീവിപ്പിക്കാനാ? നിങ്ങളുടെ ചാനലിൽ വന്ന് വിവരം പറഞ്ഞ് ശരിയാവുന്ന പറഞ്ഞത്. നിങ്ങളുടെ കേബിളല്ല എന്റെ വീട്ടില്. കേബിള് അവര് സംപ്രേഷണം ചെയ്ത് നിങ്ങൾക്ക് എത്തിച്ചു തന്നെ ഉള്ളൂ. കഥയിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ലേ? അത് അവര് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. അമ്പിളിക്കുട്ടനോട് പറഞ്ഞാൽ അവരോട് വിളിച്ച് പറഞ്ഞിട്ട് ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ അതെ, വിക്രമൻ തമ്പീനെ ജീവിപ്പിക്കണം അല്ലേ? ആ കാര്യം എനിക്ക് മനസ്സിലായി. നമുക്കേ ഈ സീരിയലിന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് ചാനലിലൊരു മനോജ് സാറാണ്. പുള്ളി ഇടപെട്ടാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഞാനൊന്ന് അയാളെ വിളിച്ച് പറയാം. ഇതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ അത് എന്തെങ്കിലും ചെയ്യാം. അവിടെ നാട്ടില് വേറെ വരുവിനി. മാത്രമല്ല ആരെയും വരുത്തണ്ട, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്നെ പോലെ ഉള്ളവരുണ്ട് ഇനി അവിടെ. ഏട്ടാ ഫോണൊന്നോട്ടെ, ഒന്ന് വിളിച്ചു പറയട്ടെ. ഉള്ളിയുടെ പ്രയാസം കണ്ടില്ലേ? സമാധാനമായിട്ടിരിക്കേ. ഹലോ മനോജ് സാറേ, നമ്മുടെ കിളിക്കൂടാരൻ സീരിയലിലെ വിക്രമൻ തമ്പി മരിച്ചല്ല ഇന്നലെ. അപ്പം അത് ആളുകൾക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലെന്നേ. ആരാധകർ വന്നിട്ടേ നമുക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരണമല്ല പുള്ളീന. എവിടെ വിളിച്ചാലും വേണ്ടിയില്ല, നമുക്ക് പുള്ളീനെ അടുത്ത് തന്നെ ഒന്ന് കൊണ്ടുവരണം. പറ്റുമോ? ആ ശരി ശരി, ഓക്കെ എന്നാ. ഓക്കെ സാറേ, ഓക്കെ. ഭാഗ്യമുണ്ട് കേട്ടാ, പുള്ളിനെ കൊണ്ടുവരാന്നാ പറയണ. മോള് ദുസ്വപ്നം കണ്ടതായിട്ട് ആക്കാന്ന് മരിച്ചത്. എനിക്കിപ്പോഴാണൊരു എന്റെ ജീവൻ. അത് ചിലവർക്കൊരു ആത്മാർത്ഥയാണ് ഓരോരുത്തരോടെ. ചായ എന്തെങ്കിലും കുടിക്കണോ? വേണ്ട, ഒന്നും വേണ്ട. ശരിയെന്നാ ഞാൻ പറയനി. ഓ കുമാരിയോ നോക്കിയോ? എന്താ ഇന്നലെ നീ ആ സദ്യം കഴിഞ്ഞൊരു പോക്ക് പോയിട്ട് പിന്നെ ഈ വഴിക്ക് കണ്ടില്ലല്ലോ. സദ്യ കഴിഞ്ഞാ പിന്നെ ക്ഷീണല്ലേ, ഉറങ്ങിപ്പോയി. സദ്യ നല്ല ഗംഭീരായി. പാൽപ്പായസം പിന്നെ പറയാൻ വേണ്ട. പാല് കറന്നിട്ടില്ല. കറന്നിട്ടില്ലേ? രാവിലെ ഇത്ര സമയത്ത് കറന്നിട്ടില്ലേ? അത് കല്യാണത്തിന്റെ ഒക്കെ തിരക്കായിട്ടേ കറക്കാൻ പറ്റില്ല. അവറ്റുള്ളൊന്ന് തിന്നട്ടെ, എന്നിട്ടേ കറക്കണുള്ളൂ. എന്ന് പറഞ്ഞ എങ്ങനെയാ സമയം പോവല്ലേ? പോയിട്ട് ഇങ്ങോട്ട് പാ. പറ്റില്ല, എനിക്ക് പോയിട്ട് വരാന്ന് പറ്റില്ല. തന്നെ ഒരു പണി ഉണക്ക്. ഇവിടെ നിക്കേ, എനിക്ക് വേറെ ഒരു പണിയില്ലേ? നീ അല്ലാണ്ട് എന്റെ വന്ന് പാല് വാങ്ങോ? ആ പാവം പാല് വെക്കണ പൈസയില്ലേ പങ്കിയമ്മ അടിച്ചു മാറ്റണേ. അല്ലെങ്കിൽ നിനക്കിപ്പോ ഇവിടെ നല്ല പാല് കിട്ടണ ഇവിടെ നല്ലാണ്ടേ. അങ്ങനെയാ? സമയം പോവാണ്, എനിക്ക് പഠിക്കണം. അല്ല നീ ഇപ്പൊ എന്തിനാ പഠിക്കണേ? PSC. പോസ്റ്റ് ഓഫീസിന്റെ അല്ലേ?
മോനെ ആനന്ദ, ഇവനിതെവിടെ പോയി കിടക്കണം? ആനന്ദ, എന്താമ്മേ ഞാനിപ്പോ കഴിക്കില്ല, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. മോനെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ട് പോടാ, അമ്മയ്ക്കൊരു കാര്യം പറയാനാ. എന്താണ്? ഒന്ന് വാടാ പ്ലീസ്. എന്താമ്മേ? ഇതൊന്ന് വെട്ടി തിരുമ്മിത്താടാ. എന്തെന്ന്? ഒന്ന് വെട്ടി തിരുമ്മിത്താടാ. അമ്മയ്ക്ക് എന്തോരം പണി അടുക്കളയില്ല, ഒന്ന് സഹായിക്കേ. ഞാനാ? എന്താ? ഞാൻ ആരാണ്? എന്റെ പൊന്നുമോനല്ലേ? ആ അതൊക്കെ കൊടുക്കട്ടെ, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയാണ് അല്ലേ? എന്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തേങ്ങ തിരുമാൻ പാടില്ലെന്ന് KSRൽ എഴുതി വെച്ചിട്ടുണ്ടോ? എന്തെന്ന് KSRാ? അപ്പൊ അതെല്ലാം പഠിച്ചിരിക്കുകയാണ്. അതൊക്കെ അമ്മയ്ക്ക് അറിയാം. ഒന്ന് വെട്ടിതാ മോനെ. അമ്മ സമയമില്ല അമ്മ, അതുകൊണ്ടാണ്. ഈ ചീള് കേസൊക്കെ ആ അമ്പിളിനെ വിളിച്ച് ജീവിപ്പിച്ചാ പോരെ? പോരെ അമ്പിളിയേ? ഇവിടെ വാടാ, വാടാ ഇവിടെ. നിന്നെ ഏൽപ്പിച്ച പണി നീ ചെയ്യണം. അമ്പിളിക്കുള്ളതേ ഞാൻ വേറെ കൊടുത്തോളാം. മര്യാദക്ക് ഇത് വെട്ടി തന്നെ. അമ്മയ്ക്ക് സമയമില്ലാന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വെട്ടി തിരുമ്പി തന്നിട്ട് പോയാ മതി. പിടിക്കാറുണ്ട്. ഓ എവിടെ മറ്റേ തേങ്ങ? തേങ്ങയല്ലേ ഇത്? അല്ലാന്ന് ചെരവാ. ചെരവ അടുക്കളയിലുണ്ട്, വന്ന് തപ്പി എടുത്ത് തിരുമ്പി തന്നോളാം. പെണ്ണും കെട്ടൂല, മനുഷ്യനൊന്നും സഹായിക്കേയില്ല. ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് അഹങ്കാരാണ്. അതേടാ, കല്യാണം കഴിഞ്ഞിട്ട് അഹങ്കാരം തന്നെയാണ്. എന്തേ? പാപ്പിന്റെ ചെവിയാ? അതെ, പാമ്പിന്റെ ചെവിയാണ്. പാവ അമ്മ. ആ അതിന് റെസ്പോൺസ് ഇല്ല. അതിനെങ്ങനെ നല്ലത് പറഞ്ഞ് കേൾക്കില്ലല്ലോ. അമ്പിളിയേ, അമ്പിളിയേ, ഇതെവിടെ പോയി കിടക്കണേ ചെക്കൻ? പിന്നെ ഇപ്പൊ പറയുമ്പോ പറയണല്ലോ കുമാരിയെ, ഒന്ന് മേലെ നീ പണിയാൻ അവനും ഞാനും തന്നെ ഉള്ളൂ. ഇതെന്താ ഇവിടെ നിൽക്കണ്? എന്തപ്പോ ഇവിടെ എന്നാ? അല്ല ഒന്നുമില്ല. അല്ല വേറെ തിരക്കിലൊന്നും അല്ലല്ലോ ചോദിക്കുക. വേറെ തിരക്കൊന്നുമില്ല, എനിക്ക് പാർട്ടി ഓഫീസിലൊന്ന് പോണം എന്നെ ഉള്ളു. പാർട്ടി ഓഫീസിൽ പോകാനല്ല, അതെപ്പോണോ പോകാനോ, ആരും ചോദിക്കൊന്നുമില്ലല്ലോ. എന്തപ്പോ നിന്റെ പ്രശ്നം? ഒരു ചെറിയ പണി തരട്ടെ? അല്ലെങ്കിലും പണിയാരില്ല തന്നെ ഉള്ളു നിന്റെ പണി. അതെ, ഇതൊന്ന് പൊട്ടിച്ചാൽ നമുക്ക് ചെറിയ കൊടുക്ക. എന്താ പേടിച്ച ചെറിയ കൊടുക്ക കേട്ടാ. എന്തപ്പോ ഈ വീട്ടിലെ അടുക്കള പണി വരപ്പോ ഞാനാ ചെയ്യണേ? ഇതൊരു സഹായല്ലേ? എനിക്ക് പറ്റില്ല കേട്ടാനെന്താ. എന്റെ അമ്മാവ ഇതൊന്ന് ചെയ്തോട്ടെ. ഓഫീസിൽ പോകുന്ന സമയം വൈകുന്നേ. എടാ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടാ. അപ്പൊ എന്താ രാഷ്ട്രീയ പ്രവർത്തനം ഇതൊന്നും പറ്റൂലേ? എന്താ രാഷ്ട്രീയ പ്രവർത്തനം നാളേരം ചെറിയ പണി? അല്ല ഇതും ചെയ്തൂടെ? അപ്പൊ എനിക്ക് അറിയാത്ത പണി എന്നെ കൊണ്ട് വയ്ക്കില്ല. എടാ അമ്പിളി വിളിച്ചിട്ട് കാണാല്ലേ? അതാണ് അമ്പിളി വിളിച്ചിട്ട് കാണാനില്ല, സൂര്യനെ വിളിച്ചോ നീ, അല്ലാണ്ട് എന്നെ കൊണ്ട് ഇതൊന്ന് ചെറിയ കൊടുക്കും വേണം. ചെറിയ കൊടുക്ക്. എനിക്ക് പോയിട്ട് പഠിക്കണം. നല്ല കുട്ടിയല്ലേ? എനിക്ക് സമയമില്ല. ഇത് 2 മിനിറ്റല്ലേ വേണ്ടൂ. ഞാൻ എപ്പോ ഇവിടെ വന്നാലും എനിക്ക് എന്തെങ്കിലും പണി തരും. ആ പേടിച്ച ഞാൻ അകത്ത് കയറാതെ ഇവിടെ തന്നെ ഇരിക്കണം. ശരിയാ. പഠിച്ചിട്ട് നിനക്ക് ജോലി കിട്ടാറായോ? ആ കിട്ടും. എപ്പോ കിട്ടും? ഇപ്പതേ ലിസ്റ്റില് പേരുണ്ട്. ഇനി 10 പേരും കൂടി കയറി കഴിഞ്ഞാലും ഞാൻ പെടും. നീ പേടുവച്ച പിന്നെ എന്തിനാ പരീക്ഷ എഴുതിയത്? അയ്യോ അവൾക്ക് ജോലി കിട്ടുമെന്ന്. അങ്ങനെ ഇതൊന്ന് പിടിച്ചേ. കളിക്കാൻ സമയം പോയിക്കോട്ടെ. ഇത് പൊട്ടിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അവള് തിരകില്ല, നീ കൊണ്ടുപോയിട്ട് ആരെ കൊണ്ട് ചെയ്യിക്കണം. ഇതിപ്പോ പൊട്ടിക്കൽ വലിയ പണിയൊന്നും ഇല്ല. അതാ കുട്ടി ഇതിനുണ്ടൊരു ശാസ്ത്രം. ഈ 3-ാം കണ്ണിൽ ഇതാ നടുവരലും ഇങ്ങോട്ട് വെക്കുക, ഇത് ഇങ്ങോട്ട് പിടിക്കുക. അപ്പൊ ഈ നേരേഖ നോക്കിട്ട് അയ്യോ പറയാത്ത പണി എടുക്കണോ? 100 വട്ടം പറഞ്ഞ അയ്യോ എന്തായാലും തേങ്ങ പൊട്ടിട്ടാ. അയ്യോ പൊന്നിച്ച ഓർന്ന് കണ്ണു വെറുതെ കാണിക്കല്ലേ? അല്ലെന്നേ കാര്യായിട്ട് ഒന്നും ഇല്ല കേട്ടോ പങ്കിയമ്മേ. ഇന്ന് പോയിക്കോ കുമാരി, അവിടെ നിന്ന് നിന്റെ കാല വീണ് നോക്കണം, അപ്പൊ കാണാത്. എന്താ എന്താ പറ്റിയമ്മ? വീണല്ല തമ്പുരു. എന്താ പറ്റിയത്? ഈ തേങ്ങയില്ലേ തേങ്ങ, ഇതിന്റെ 3-ാം കണ്ണ് പിടിച്ചൊരു ഒറ്റ കൊത്ത് നേരെ കാലിന്റെ മുകളിലേക്ക് തേങ്ങ. അയ്യോ പാടുണ്ടല്ലോ. 3-ാം കണ്ണ് അത് പഴയതാണത്. എന്തിനാ അറിയാൻ പാടാത്ത പണിക്ക് കേൾക്കണ? ഞാൻ 100 പ്രാവശ്യം പറഞ്ഞടാ എന്റെ തരല്ലേന്ന്. എന്തേലും വന്ന് ഇവിടെ കിടന്ന ആര് നോക്കൂന്ന് ഓർത്താണ്. ഒരാളുണ്ടാവില്ല. അല്ലല്ലോ എനിക്ക് അറിയാടാ, ചേച്ചി കളിയിലും പോയാൽ കഴിഞ്ഞ എന്റെ കത്തിക്കല്. എന്ത് കാര്യത്തിന് ഞാൻ ഇത് ചെറുക്കാൻ പോയി. അവിടെ വെക്കതുണ്ട്, പാടില്ലാത്ത ഒരാളുടെ അടുത്താണ്. ഇത് ചിരകി കൊടുക്കണ. ഞാനാ
പിന്നെ ഞാനാണ്, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായിരുന്നു. ഞാനിവിടെ 1-2 കാര്യങ്ങളിൽ നിൽക്കാണ്. എന്ത് കാര്യം നിനക്ക്? എനിക്ക് പോണോന്ന്, ഞാനൊരു ടെക്നീഷ്യൻ അല്ലേ, തേങ്ങ ചേരണ്ടാൻ പോണേനാ. നീ എവിടെ ടെക്നീഷ്യന് ചായ ഒന്നും കുടിക്കണ്ടേ? ചട്ടണിക്കലാണ് ചിരകി ചിരകി കൊടുക്കുന്നത്, കളിക്കാൻ നിൽക്കാതെ. എന്നിട്ട് ചിരകി കൊടുക്ക്, ആ ചിരകി കൊടുത്തിട്ട് പോയാൽ മതി. ഒരു മാധ്യമ പ്രവർത്തനം വന്നിട്ട് ഇവിടെ. ഉച്ച കഴിഞ്ഞിട്ട് മതിയാവോ? ഉച്ച കഴിഞ്ഞിട്ട് മതിയോ? രാവിലത്തെ ഭക്ഷണം മതിയാ? നിങ്ങൾ ആരെങ്കിലും ഒന്നും ചരക്കണ്ട. ഞാൻ ഈ പോവനും മുകളിലെ നാടൻ മാറ്റി 2 മോത്തിക്ക് നേരം കുറെ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് അത് കൊണ്ടുപോകുമ്പോ കൊടുക്കാതെ. അല്ല അമ്മ, ഇതിലേതാണ് ഇപ്പൊ 3-ാം കണ്ണ്? ആദ്യം നിന്റെ ഉള്ള 2 കണ്ണുണ്ടല്ലോ, അതുകൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാൻ നിനക്ക് 3-ാം കണ്ണ്. ഇല്ലെങ്കിൽ എന്നെ കാല് വേണിച്ചിട്ട് മനുഷ്യന്. അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടാ. അമ്പിളി, നീ എന്താണ് ഈ കാണിക്കണേ? അമ്മയല്ലേ പറഞ്ഞ തേങ്ങ ചേരണ്ടേ? നിന്നോടല്ലല്ലോ പറഞ്ഞ, ആനന്ദനോടല്ല. ആനന്ദനോടാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്ന്. എന്നാ നീ ചെയ്തോ. ഒരു തേങ്ങ ചിരവാണ്ടി മിക്സി എടുത്ത് വെച്ചിട്ട് എന്തിനാ? അമ്മ സാധാരണ എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കണത്? ഞാൻ ചിരവിയിട്ട് അമ്മിമ്മലരയ്ക്കും. വെറുതെ ചിരവിട്ട് ചിരകി അമ്മിമിട്ടൊന്നും അരക്കണ്ട. പിന്നെ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട പുതിയൊരു ടെക്നിക്കാണ്. നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇത് തല്ലി പൊട്ടിക്കണം. എന്നിട്ട് അതിന്റെ തേങ്ങാപ്പൂളില്ലേ, അത് മുഴുവൻ വാരി ജാറിലിട്ട് മിക്സി അടിച്ചാ ചട്നിയായി. ഒന്നും ശരിയാവൂല, അച്ഛന് ഇഷ്ടപ്പെടൂല. ചെയ്ത് നോക്കിയിട്ട് തിന്നു നോക്കിയിട്ടല്ലേ ഇഷ്ടപ്പെടോ ഇല്ലെന്ന് നോക്കണം. അമ്മ അങ്ങോട്ട് മാറിയാ ഞാൻ കാണിച്ചു തരാം. ഇത് നിസ്സാര കാര്യമുള്ളൂ. അമ്മ, അച്ഛൻ്റെ പ്രായം ഉണ്ടെന്നുകൊണ്ട് ഈ ജാറിനൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റി ഞാൻ കഴുകിയെടുത്താണ്. കണ്ട, 2 അടി അടിച്ചു വെച്ചാൽ മതി. ഒരു ഗ്ലാസ് പൊട്ടിയതിന് മരിക്കാൻ പോണ എന്തിനാണ്? 2 അല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ. എന്നാ ഇത് മാറ്റി നോക്ക്. ഒരെണ്ണം പൊട്ടിയാൽ ഞാൻ 4 എണ്ണം മേടിച്ചു നോക്കും. ഇവിടെ കുന്തം പോലെ നിൽക്കാതെ ഒരു മുറി എങ്ങാണ്ട് തെറിച്ചു പോയത് നോക്കി എടുക്കത്. അതെ, എന്തോ ഒരു ഗ്ലാസ് പൊട്ടിയ ശബ്ദം കേട്ടത്. എന്തോടെ ശബ്ദം കേട്ടെ? അച്ഛൻ, ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് തല്ലി പൊട്ടിച്ചതാണ്. ഗ്ലാസ് കൊണ്ട് ചട്നിയോ? അയ്യോ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഗ്ലാസ് കൊണ്ട് ചട്നിയല്ല, തേങ്ങ കൊണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിതൊന്ന് തല്ലി പൊട്ടിച്ചപ്പോ ഒരു ഗ്ലാസ് അങ്ങാണ്ട് തെറിച്ചു പോയി. അതിന് കിടന്നാണ് ഈ ഒച്ച ഉണ്ടാക്കുന്നത്. ഇയാളൊന്ന് കാണിച്ചാ കാണട്ടെ. നമ്മൾ ഈ ചെരവേ അമ്മീമ്മയൊക്കെ അരച്ചല്ലേ ചട്നി ഉണ്ടാക്കണ. ഇതിപ്പോ ഒരു പുതിയ ടെക്നിക്കാണ്. ഈ തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് പതുക്കെ വലിക്കുമോനെ, വേദന ഉണ്ടാ. അതിന് മാത്രമൊന്നും ഇല്ല അമ്മേ, അതൊരു ചെറിയ കുപ്പിച്ചിലും കൊണ്ടതല്ലേ. അമ്മയ്ക്ക് നല്ല വേനുണ്ട്. കുപ്പിച്ചില്ല, പോയസണാവും. നീ മിണ്ടരുതിട്ടാ, എന്റെ വേദന എനിക്കല്ലേ അറിയുള്ളൂ. അപ്പുണ്ണേട്ടാ, ഇവള് പോയില്ലേ? എവിടെ പാല്? പാല് ഇവിടെ അമ്മയുടെ കാല് പൊട്ടിയിരിക്കണം. ഇപ്പൊ എന്താ കാലിനെന്താ പറ്റിയേ? പറയണ്ട മോളെ. എന്ത് തല തിരുമ്മിക്കൊണ്ടിരിക്കണേ? എന്തുണ്ടായേ? ഞാനൊരു തേങ്ങ ചിരവാൻ വേണ്ടി കൊണ്ടുവന്നില്ല അങ്ങോട്ട്. അത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാനത് ഇവരെ ഏൽപ്പിച്ചു. അതാണ് ഇപ്പൊ ഈ പരുവത്തിൽ അവസാനിച്ചത്. അമ്മക്കെന്നാടി ചിരക്കാൻ മതിയായിരുന്നത്. മതിയായിരുന്നു. അമ്മയ്ക്ക് അത് എന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ ഈ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലോ. ആദ്യം പോയിട്ട് ആ പാല് കറക്ക്. പാല് എനിക്ക് അമ്മയുടെ കാലാ വലുത്. ഒന്ന് മിണ്ടാണ്ടിക്ക്. തേങ്ങയുടെ വർത്താനം രാവിലെ തുടങ്ങിയിട്ടാ തേങ്ങാന്ന് പറഞ്ഞിട്ട്. അതെ, അന്ധവിശ്വാസിയാണെന്ന് വിചാരിക്കില്ലെങ്കിൽ എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാണ്ട്. അന്ധവിശ്വാസിയാന്ന് വിചാരിക്കും, പറയാൻ നിൽക്കണ്ട. മിണ്ടാണ്ടിരിക്കും, ഞാൻ പറയട്ടെ. ജോത്സ്യം വന്ന് ഇവിടെ കവടി നിരത്തി പ്രശ്നം വെച്ചിട്ട് എന്താ പറഞ്ഞത്? അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞാല് മക്കളുടെ കല്യാണം നടക്കും, ഇവിടുത്തെ അനർത്ഥങ്ങളൊക്കെ മാറുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്തുണ്ടായത്? 2 ആളുടെ കാലും ഒരാളുടെ തലയ്ക്കും പരിക്ക് പറ്റിയില്ലേ? അതുകൊണ്ട് ജോത്സ്യം വരണം, പ്രശ്നം വെക്കണം. കാര്യം എന്താന്ന് എനിക്കറിയണം. അമ്മ, ഇതിന് ജോത്സ്യം വന്നിട്ട് കവടി നിരത്തൊന്നും വേണ്ട. ഇത് ശ്രദ്ധക്കടവ് കൊണ്ട് പറ്റിയതാ. അത് അപ്പുണ്ണി പറഞ്ഞ അതിന്റെ കാര്യം. അപ്പുണ്ണി പറഞ്ഞൊന്നും അല്ല കാര്യം.
ജോത്സ്യം ഇവിടെ വരണം, പ്രശ്നം വെച്ചിട്ട് പറയണം എൻ്റെ മക്കളുടെ കല്യാണം എന്ന് നടക്കുന്നുള്ളത്. ഈ മാസം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മാസം തന്നെ നടത്തണം. അമ്മയ്ക്ക് ഇത് എന്തിന്റെ സൂക്കടാണ്? പോടാ. ഇപ്പൊ രണ്ടുപേരുടെ കല്യാണപ്പാട് കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇതെന്താ ആഴ്ചക്ക് കല്യാണം കഴിയാൻ നമ്മുടെ വീടെന്താ ഓഡിറ്റോറിയോ? ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരോടും കയറി ഇടങ്കോലിടാതെ അവള് പറയുന്ന അനുസരിച്ചാ മതി. ജോത്സ്യര് വരട്ടെ. അല്ല, അമ്മ പറയണ മാത്രം അനുസരിക്കാനാണ് അച്ഛൻ പിന്നെ നടുക്കേറി കസേര ഇട്ടിരിക്കണ എന്തിനാണ്? എന്നാ ഞാൻ എഴുതട്ടെ നിന്റെ മുമ്പിൽ ഒച്ചടിച്ചിരിക്കാം അവിടെ. ഡംബ്ലി, അതേ പ്രസംഗം പറയരുത് കേട്ടാ. അല്ലെങ്കിൽ ഇത്തിരി വർത്താനം കൂടി പിന്നെ അത് വേണ്ട. അമ്മ ഈ കല്യാണം മരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് ആർക്കാണ് സംഭവിക്കണേന്നൊന്നും ഒരു ജോത്സ്യനും പറയാൻ പറ്റൂല. അത് സംഭവിക്കുമ്പോ അങ്ങോട്ട് സംഭവിക്കും. എന്റെ അമ്പിളിയേട്ടാ, എന്താ ഇത്? കല്യാണം പോലെ നല്ലൊരു കാര്യം പറയുമ്പോഴാണോ മരണം എടുത്തോണ്ട് തന്നെ? നിന്നെ ഇപ്പൊ ഇങ്ങടെ ആരാ വിളിച്ചത്? നീ ഇവിടെ എന്തിനു വന്നാണ്? പാല് മേടിക്കാൻ. എന്നാ പാല് മേടിച്ചോണ്ട് പോ. ഇവിടെ ഇതിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ആണാ? ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങയൊന്ന് പൊട്ടിക്കോ, ഈ തുണി ഒന്ന് അവിടെ കൊണ്ട് വിരിക്കോ, ഇവിടെ ഒന്ന് അടിച്ചു വരുമോന്നും പറഞ്ഞ് വിളിക്കുമല്ലോ. അമ്മേ, ഞാൻ പോണോ? നീ എങ്ങനെ പോണ്ട, അവിടെ നിൽക്ക്. എന്തെങ്കിലും ഒരു സഹായത്തിന് ആ പെണ്ണേ ഉള്ളൂ. നീ എങ്ങനെ പോണ്ട ആ പൊട്ടം പറയണ കേട്ടിട്ട്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മേ. ഓ എന്റെ അപ്പുണ്ണി, എന്തിനാണെന്ന് ഈ പറന്നു പോകുന്നതിനെ കോണിച്ചോടിക്കണേ? എന്റെ അപ്പുണ്ണിയേ. അമ്മ എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങണം. ഒരു 11 മണിക്കെങ്കിലും എനിക്ക് ഓഫീസിലെത്താം. ഇരിക്കടാ അവിടെ. എന്താണ് എടാ അവിടെ ഇരിക്കാൻ. ഇന്ന് ഇവിടുന്ന് ആരും എങ്ങോട്ട് പോണില്ല. ജോത്സ്യനോട് വന്നിട്ട് നിങ്ങളുടെ കല്യാണക്കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇവിടുന്ന് ആരെങ്കിലും പുറത്തേക്ക് പോവുള്ളൂ. എനിക്ക് പോണം. നീ പോക്കടി. ഇത് തന്നെയല്ലേ നിന്നോട് നേരത്തെ പറഞ്ഞത്. അമ്മ ഇത്തിരി മയത്തിൽ പറഞ്ഞെന്ന് മാത്രം. അമ്മ കല്യാണക്കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കാം, പക്ഷെ മൂന്നും കൂടി ഒന്നിച്ച് നടക്കൂല. കീഴ്വഴക്കം അനുസരിച്ച് മേളിൽ നിന്ന് കീപ്പോട്ടല്ലേ വരേണ്ടത്. അങ്ങനെയാണ് ആദ്യം അനന്തേട്ടൻ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് അപ്പുവേട്ടൻ്റെയും കൂടി കഴിഞ്ഞിട്ട് മതി എൻ്റെ. അങ്ങനെ ഒരു കീഴ്വഴക്കൊന്നുമില്ല. തേങ്ങയുടെ തെങ്ങിന്റെ മുകളിൽ കയറുന്നത് താഴത്തുനിന്ന് മുകളിലേക്ക്, അല്ലാണ്ട് മുകളിൽ താഴത്തേക്കല്ല. അതെ, മൂപ്പളം അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഇപ്പം നില കഴിഞ്ഞു. ഇനി വയസ്സുകൊണ്ട് നോക്കുകയാണെങ്കിൽ ദാ പങ്കേമൻ ആദ്യം കല്യാണം കഴിക്കേണ്ട ആള്, ഞാനല്ല. എന്താ ഈ കോന്തം പറയുന്നത്? എന്ത് എന്ത് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? നല്ലത് വരികയാണെങ്കിൽ നിന്റെ കല്യാണം ഈ കൂട്ടത്തിൽ നടത്താം. ഞാൻ പെണ്ണ് കെട്ടില്ല എന്നുള്ളത് ചേച്ചിക്ക് അറിയണതാണ്. എന്താ നിങ്ങൾക്ക് പെണ്ണ് കെട്ടിയാല് എന്തിനാ കല്യാണം കഴിക്കണേ? എന്തിനാ സാധാരണ ആളുകൾ കല്യാണം കഴിക്കണം? അതിനെന്നെ എടാ, എന്റെ രാഷ്ട്രീയ ഭാവി ഒന്നും നോക്കണ്ട എനിക്ക്. എന്റെ അമ്മാവ രാഷ്ട്രീയ ഭാവിക്ക് പെണ്ണ് കെട്ടണം നല്ലതാണ്. അടുത്ത തവണ നമ്മുടെ വനിതാ വാർഡാണ്. അമ്മായി നമുക്ക് നിർത്തി മത്സരിപ്പിച്ചൂടെ? നല്ലതല്ലേ? നിന്റെ കേബിൾ കൊണ്ടുപോയി കെട്ടണ പണിയല്ല. കാര്യം പറഞ്ഞുതരാം ഞാൻ. അന്ന് നടക്കണ കാര്യമില്ല കേട്ടോ ചേച്ചി. ചെക്കന്മാരുടെ കാര്യം എന്താ വെച്ചാൽ തീരുമാനിച്ചോ. വേറെ എന്റെ നെഞ്ചിരിക്കുക. മെമ്പറിന്റെ കെട്ടിയാൽ ചേച്ചി ഇത്തിരി കൂടുന്നിട്ടവനെ. പങ്കേ, നല്ല ആലോചന വന്നാ നീയും കെട്ടറ. 4 പെൺകുട്ടികളും കൂടി വരട്ടട കുടുംബത്തേക്ക്. എന്തൊക്കെ പറയണം? 4 പെണ്ണുങ്ങളാ? അപ്പൊ അമ്മയുടെ ഈ വീട്ടിൽ 5 പെണ്ണുങ്ങളാ? അടുക്കളയിൽ സ്ഥലം ഉണ്ടാവും, അടുക്കള മാറ്റി പണിയേണ്ടി വരില്ലേ? അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ പങ്കിയമാനും കെട്ടില്ല, ഞാനും കെട്ടില്ല. നീ എന്തിനാണ് എന്റെ കൂട്ട് പിടിക്കണേ? എനിക്ക് വേണ്ടേ. എന്റെ കല്യാണത്തിന് ചെലവാക്കണ പൈസ കൊണ്ട് എനിക്ക് 2 പശുക്കളെ മേടിച്ചെന്നാ. അത് നന്നായി. അവന് 2 പശുവിനെ മാറ്റി കൊടുത്തേ. അയ്യോ, എന്തിനാണ് അവന് മാത്രം 2 എണ്ണത്തിനെ ആക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ 2 പശുക്കളെ മേടിച്ചു തരും. ഇനി കുടുംബത്തിൽ പെണ്ണുകൾ വേണ്ട, പശുക്കൾ മാത്രം മതി. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ജോത്സ്യൻ ഇന്നിവിടെ വരും, ഒരു തീരുമാനം എടുക്കും, അതിവിടെ നടപ്പാക്കുകയും ചെയ്യും. അതാണ് എന്റെ തീരുമാനം. അതെവിടെ നടപ്പാവുള്ളൂ. അത് തന്നെ എന്റെ തീരുമാനം. എന്നാ കുറുവാന്നോടി ഉറങ്ങിപ്പോയാ? താഴത്തേക്ക് ഇറങ്ങി. താഴ്ത്തിറങ്ങിയിരുന്നേ. രണ്ടെണ്ണം മിഥുനവും കർക്കിടകവും കൂടുതൽ ബുദ്ധിമുട്ടിലാണ്. അതിപ്പോ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇപ്പൊ കർക്കിടക മാസം എന്തായാലും പഞ്ഞമാസമല്ലേ ഉറവാൻ തുടങ്ങി. അതെ, ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. കുടുംബപരമായി ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. എന്നുവെച്ചാ
എന്ന് വെച്ചാൽ 3 കുട്ടികളുടെയും വിവാഹ കാര്യത്തിൽ ചില ദുസ്സൂചനകളുണ്ട്. അയ്യോ, അല്ല അതെന്ത് വർത്തമാന കുറുവാന്തോടി അങ്ങനെ പറയണത്? കഴിഞ്ഞ തവണ വന്ന് കവടി നിരത്തിയിട്ട് എന്താ പറഞ്ഞേ? ആചാരപരമായിട്ടല്ല എൻ്റെ ചേച്ചിയുടെയും അളിയൻ്റെയും വിവാഹം നടന്നത്, അതുകൊണ്ടാണ് കുട്ടികളുടെ വിവാഹം നടക്കാത്തത് എന്നൊക്കെ അല്ലേ പറഞ്ഞേ? അതിനൊരു പരിഹാരമായിട്ട് നിങ്ങൾ പറഞ്ഞത് പ്രകാരം ചേച്ചിയുടെയും അളിയൻ്റെയും വിവാഹം ആചാരപരമായിട്ട് നടത്തുകയും ചെയ്തു. പിന്നെയും ദുശകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ഷേപ്പ് മാറ്റാൻ അല്ല കുറുവാന്തോടീനല്ല, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല. അതെന്ത് വർത്താനം പറഞ്ഞത്? നിങ്ങളല്ല ഇപ്പൊ ഇവിടെ ഇരുന്നത് പറഞ്ഞത്. ഞാനല്ല, ഈ കവടിയാ ഇതൊക്കെ പറയുന്നത്. എന്നാ കവടി അവിടെ ഇരുന്ന് പറയട്ടെ, നിങ്ങൾ പുറത്തോട്ടിരിക്കേ. ഓ, കവടി എന്നെ കൊണ്ട് പറയിക്കുന്നതാ ഇതൊക്കെ. ജോത്സരെ, നല്ലോണം ഒന്ന് നോക്കിയിട്ട് ഇവരെ കല്യാണം നടത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകുന്നൊന്ന് പറഞ്ഞു തന്നെ. ശരി, എന്തെങ്കിലും ഒന്ന് മാർഗം ഉണ്ടോ ഒന്ന് വിശദമായിട്ടൊന്നും നോക്കാം. വിശദമായി നോക്കിയതനുസരിച്ച് 3 കുട്ടികളുടെയും വിവാഹത്തിനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെന്തിനാ അവിടെ ഒരു ഗ്യാപ്പിട്ട്? രസം. അതായത് ഇനി ഈ വീട്ടിലൊരു കല്യാണപ്പന്തൽ ഉയരാനുള്ള സാധ്യതയില്ലെന്ന്. ജോത്സരെ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു ഒറ്റ ആൾ പറഞ്ഞതുകൊണ്ടാണ് വയസ്സാങ്കാലത്ത് ഞങ്ങൾ ഈ വേഷം കെട്ടിയത്. ഈ കുട്ടികളുടെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ജോത്സരെ ഇവിടുന്ന് പോയാൽ മതി, അല്ലേ? അതെ. ആ, ഇനി ഒന്ന് നോക്കിയേ. നോക്കാം അല്ലേ? ഒരു വഴി തെളിയുന്നുണ്ട്. പുറത്തോട്ട് പോകാനുള്ളതായിരിക്കുള്ളൂ. അല്ല, ഈ വീട്ടിൽ മരുമക്കൾ വരും. അല്ല കുറുവാന്തോടി, ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറയും, പിന്നെ മരുമക്കൾ വന്നു കയറുകയും ചെയ്യുമെന്ന് പറയുന്നു. അതെങ്ങനെ നടക്കും? അതായത് കല്യാണപ്പന്തൽ ഉണ്ടാവത്തില്ല, പക്ഷെ മരുമക്കൾ വാലേ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കും. അല്ല, അതെങ്ങനെ നടക്കുമെന്നാ ചോദിക്കുന്നത്. ഇപ്പോ അല്ലേ സംഭവം എന്താന്ന് മനസ്സിലായ? അങ്ങനെ കല്യാണം ഒന്നും നടക്കാതെ ഇവിടെ മരുമക്കൾ വന്ന് കയറണമെങ്കിൽ ഇവന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുടുക്കിൽ പെട്ടിട്ടുണ്ടാവും. പ്രണയം, പ്രേമം. അതെ, കിടന്ന് ഉരുളാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഏടാകുളത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഒരു കുഴപ്പമില്ല. ആര് പറഞ്ഞു കുഴപ്പമില്ലാന്ന്? കുഴപ്പമുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. നമ്മളങ്ങനെ പറയാൻ കൊള്ളാവോ? അതിനാ നമ്മളും പ്രേമിച്ച് കല്യാണം കഴിച്ച് വന്നവരല്ലേ? ആഹാ, അതുകൊണ്ട് തന്നെ പറഞ്ഞത് കുഴപ്പമുണ്ടെന്ന്. നമ്മളങ്ങനെ ചെയ്തോണ്ടാണ് നമ്മുടെ മക്കൾക്ക് പെണ്ണ് കിട്ടാത്തന്നല്ലേ പറഞ്ഞത് ജോത്സര്. അപ്പൊ ആ ഗതികേട് ഇവരെ മക്കൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് പ്രേമവും ക്രീമോ ഒന്നും വേണ്ട, ആചാരപ്രകാരമുള്ള കല്യാണം മതി. അതെന്താ അങ്ങനെ എന്തെങ്കിലും ഒരു ഏടാകൂടെ നിങ്ങൾക്ക് ഉണ്ടാ? പ്രേമം ഉണ്ടോന്ന് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയേ. ചിന്ത ഈ പങ്കാമയ്ക്ക് ആരെ പ്രേമിക്കാൻ നടക്കണോ? അല്ല, ഞാൻ ചോദിച്ചതാണ്. അപ്പുണ്ണിയെ നിനക്കോടാ? എന്റെ പങ്കുമോൻ പറഞ്ഞു എനിക്ക് പ്രേമോ? നിനക്കുണ്ട് കേട്ടോ. ആണ് ചേട്ടാ. അതിന്റെ കാര്യമൊക്കെ അറിയാം, എന്നാലും ചോദിച്ചെന്നുള്ളോ. അമ്പിളിയെ? അമ്പിളിക്കുണ്ടാവും. എവിടെ ഉണ്ടായിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ആരെങ്കിലും കിട്ടണ്ടേ? ഈ പ്രശ്നത്തിൽ കാണിക്കുകയാണെങ്കിൽ ഞാൻ നാളെ തൊട്ട് ശ്രമിക്കാം. അപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളുടെ 3 മക്കൾക്കും അതിനും കൂടിയുള്ള കഴിവില്ല. വെറുതെ കുറെ ചോറ് നിന്ന് വയറുമ്പോ 2 കാലും തൂക്കി ഇങ്ങനെ നടക്കുക. ആരായി പറയണ്? എന്റെ കാര്യം നോക്കണ്ട. ഞാൻ ചോദിച്ചോട്ടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കേ. ചോദിച്ചേ, എന്റെ രമണി പ്രസവിക്കോ? ആരാ രമണി? എന്റെ പശുവാ. പ്രസവിക്കും. ജോത്സരെ, ആചാരപ്രകാരമുള്ള കല്യാണം നടന്നിട്ട് ഇവിടെ മരുമക്കൾ കയറിയാൽ മതി. 3 മരുമക്കൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായി നിൽക്കുക. അതിലൊരു മരുമോള് ഉടനെ തന്നെ വരാനുള്ള സാധ്യത തെളിഞ്ഞ് കാണുന്നുണ്ട്.